പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും കർത്താവ് പറയാണ് ആദ്യമേ തന്നെ ആ വീട്ടിന് സമാധാനം ആശംസിക്കണം. ഇപ്പം അഭിഷേകാന്തി ഇതിൻ്റെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഈശോ വീട്ടിലോട്ട് വരികയാണ്. ഈശോ വീട്ടിലോട്ട് വന്നാൽ ആദ്യം തന്നെ പറയും ഇപ്പോൾ സമാധാനം ഉണ്ടാകട്ടെ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. സമാധാനം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വാസ്തവത്തിൽ അഭിഷേകാന്തിയുടെ എപ്പിസോഡിൽ വട്ടാലച്ചൻ വരുന്നില്ലെങ്കിലും അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ ശരിക്കും ആ അച്ഛൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മയും കൂടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രതിസന്ധികളിലൂടെ പോയാലും നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ ശരണം അതൊന്നും കൈവിട്ട് കളയരുത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ആ വചനം ഏറ്റു പറയാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അസാധ്യമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യത എന്നൊരു സാധ്യത ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സാക്ഷി കണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ പേര് അലക്സാണ്ടർ, അലക്സ് എന്ന് പറയും. ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഞാൻ. അലക്സാണ്ടർ, ചെന്നൈയിൽ നിന്നാണ് അലക്സ് വന്നിരിക്കുന്നത്. ഓക്കെ. എനിക്ക് കഴിഞ്ഞ വർഷം കണ്ണിൽ നിന്ന് വെള്ളം വരികയും കണ്ണാസ്പത്രിയിൽ പോയി അവർ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വീണ്ടും അത് മുഴമാരി വന്നു കണ്ണിൽ. കണ്ണിൻ്റെ പൊടിയിൽ പാടില്ലേ, ആ മുഴ ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ നടത്തിയിട്ട് ശരിയായില്ല. വീണ്ടും ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചപ്പോൾ അത് വന്ന് പോസിറ്റീവായി ക്യാൻസർ ആണെന്നും പറഞ്ഞ്. കർത്താവേ, ഇതാ ഈ കണ്ണിന്റെ ഈ കണ്ണ്, ദൈവമേ, ഈ കണ്ണ് മൊത്തം മൂടിപ്പോയായിരുന്നു. ഈ കണ്ണ് കാണാൻ പറ്റില്ല. കണ്ണിങ്ങനെ വന്ന് അടഞ്ഞു പോയി. ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ദൈവമേ. എന്നിട്ട് വെല്ലൂർ പോയപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ട്രീറ്റ്മെന്റ് പോലും ചെയ്യാൻ പറ്റാത്ത പോലെ ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് കവറായി മൂടിപ്പോയി. ആ, എന്നിട്ട് 4th സ്റ്റേജ് ആയി. എന്നിട്ട് 4th സ്റ്റേജ് ആയി. അത് കണ്ണ് മൊത്തം മൂടി, കണ്ണ് കാണാൻ പറ്റത്തില്ലായിരുന്നു. നീര് വന്ന് മൊത്തം മുഴ ഇതുപോലെ മൊത്തം മൂടി, മൊത്തം ഒരു കുരു പോലെയായിട്ടാണ് മൂടിപ്പോയി. അത് കഴിഞ്ഞ് ചെന്നൈയിൽ വന്ന ഒരു ആശുപത്രി, അവിടുത്തെ ചീഫ് ഡോക്ടർ വന്ന് എനിക്ക് റേഡിയേഷൻ തരാം, പക്ഷേ കണ്ണ് കാണത്തില്ല, അല്ലെങ്കിൽ കണ്ണ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം അത്ഭുതകരമായി അവർ റേഡിയേഷൻ 30 റേഡിയേഷൻ, ഒരു മരുന്നും എനിക്ക് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. 30 റേഡിയേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തന്ന ഡോക്ടർ പറഞ്ഞത്, ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് 30% ശരിയാവാൻ ഒരു ചാൻസും ഇല്ല, ജീവിതകാലം മുഴുവൻ ആ ക്യാൻസർ കാണും, ബ്രെയിനിലേക്ക് അറ്റാക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടൊന്നും വിഷമിക്കരുത്, 4th സ്റ്റേജ് ആയിപ്പോയി എന്ന് പറഞ്ഞ ഡോക്ടറിലേക്ക് ഇത് വ്യാപിക്കുമെന്ന് പറഞ്ഞു. 100% ക്യാൻസർ ഗുണമായി. 1 വർഷമായി. ഇന്നുവരെയും എനിക്ക് 6 മാസം കഴിഞ്ഞിട്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കി. ഇതുവരെയും ഇവിടെ വന്ന് സാക്ഷി പറയാൻ കാരണം, അന്ന് എനിക്കിത് വന്നപ്പോൾ മുതൽ ഞാൻ അച്ഛൻ്റെ അരികിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും ദൂരത്തിൽ വരാൻ പറ്റത്തില്ല. അവസാനം വീട് ചെന്നൈയിലാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഈ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കൂടെ 520 എപ്പിസോഡ് റെഗുലറായിട്ട് കണ്ടു. അതിൽ രോഗസൗഖ്യത്തെ പറ്റിയാണ് മൊത്തം പറഞ്ഞിരിക്കുന്നത്. പരിപൂർണമായിട്ട് ഗുണമായി കഴിഞ്ഞ് ഞാനിവിടെ വന്ന് സാക്ഷി പറഞ്ഞോളാമെന്ന് ഞാൻ അന്ന് വാഗ്ദത്വം പറഞ്ഞു ദൈവത്തിന്റെ മുമ്പിൽ. 520-ാമത്തെ എപ്പിസോഡ് തവണയല്ല, 2 തവണയല്ല,
നിരവധി തവണ കണ്ടു. നിരവധിയല്ല, ദിവസവും വൈകുന്നേരം ഇന്ന് വരെയും യേശുവേ ഇന്ന് വരെയും യേശുവേ ഗുണമായി കഴിഞ്ഞിട്ടും ഞാൻ ഇന്നും അത് കണ്ട് പ്രാർത്ഥിച്ചു, കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അഭിഷേകം എന്നിൽ ഇറങ്ങുകയും ദൈവം അത്ഭുതകരമായി എനിക്ക് പരിപൂർണ സൗഖ്യം തന്നു. ഇന്ന് കണ്ണ് പൂർണ്ണമായും കാണാം. ഈ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എനിക്ക് വേറൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. എന്നോട് പലതവണ എൻ്റെ ഇങ്ങനെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പിശാച് ഉപദ്രവിക്കും. എന്നെ ഉപദ്രവിച്ചിട്ട് പറയും, ഈ മീഡിയയിൽ കൂടെ ഒന്നും ചെയ്യണ്ട, ഇവർ വരുന്ന ആളോട് നേരിട്ട് പറഞ്ഞാൽ മതിയെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചെന്നൈയിലിരുന്ന് ക്യാൻസർ 4th സ്റ്റേജ് വന്ന് അട്ടപ്പാടി വരാനൊന്ന് ആഗ്രഹിച്ചിട്ട് വരാനും പറ്റുന്നില്ല. അച്ഛനെ ഒന്ന് ഫോൺ വിളിക്കാനും പറ്റുന്നില്ല. നേരിൽ കാണാൻ നോക്കി അതിനും പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, അഭിഷേകാഗ്നി എന്ന് പറഞ്ഞ മീഡിയയിൽ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞ എപ്പിസോഡുണ്ട്. അതിൽ അങ്ങനെ കണ്ടു വന്നപ്പോൾ 520ാമത്തെ എപ്പിസോഡിൽ രോഗികളോട് കരുണയുള്ള കർത്താവിനെ കുറിച്ചുള്ള എപ്പിസോഡ് 520. ആ എപ്പിസോഡ് കണ്ടപ്പോൾ അത് തന്നെ കണ്ട് ഡെയിലി കണ്ട് അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരികയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് സാക്ഷി പറഞ്ഞോളാം. അതും അച്ഛൻ്റെ മുമ്പിൽ തന്നെ വന്ന് സാക്ഷി പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് ക്യാൻസർ 4th സ്റ്റേജ് വന്ന് കണ്ണെല്ലാം മൂടി. വിൽസന്റെ ഒന്ന് വിശദീകരിച്ച് എന്താ സംഭവം? ഡോക്ടർമാരെ ഈ അസുഖത്തെ കുറിച്ച് പുള്ളിയോട് പറഞ്ഞിങ്ങനെയാണ്, റേഡിയേഷൻ ചെയ്താലും 100% ക്യാൻസർ സെൽസ് ഈ ശരീരത്തിൽ നിന്ന് മാറിപ്പോവുകയില്ല, അത് ഞങ്ങൾ ഉറപ്പ് തരില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചത്. 520ാമത്തെ എപ്പിസോഡ് സൗഖ്യദായകൻ, അതെ, സൗഖ്യദായകൻ എന്ന് പറയുന്ന അച്ഛൻ്റെ എപ്പിസോഡാണ് കണ്ട് പ്രാർത്ഥിച്ചിരുന്നത്. അന്ന് മുതൽ പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് ഞാൻ കാര്യമാക്കില്ല, എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ അറിയാത്ത അട്ടപ്പാടിയെ പോയിട്ട് അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നുള്ള വലിയൊരു തീരുമാനത്തിലാണ് കർത്താവ് ഇന്ന് ഇപ്പോൾ ഈ മകനെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഹൃദയത്തിന്റെ തുടിക്കുന്ന വിശ്വാസം കണ്ട് കർത്താവ് ഇടപെട്ട്. എന്നിട്ട് എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ വീണ്ടും അവർ വിളിച്ചു, MRIയിൽ നിന്ന് വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് അവർക്ക് കൺഫ്യൂഷൻ, എങ്ങനെ ഇത് ശരിയായെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും അവര് എൻ്റെ ടെസ്റ്റ് എടുത്തു, വീണ്ടും വിളിച്ച്. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വിട്ടതാണ്. വീടിന് 10 കിലോമീറ്റർ ദൂരം വണ്ടി പോയി. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ച് പോവരുത് വാ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഇത് ശരിയാവാൻ സാധ്യതയില്ല, ഒന്നും കൂടെ ടെസ്റ്റ് അല്ലേ. ഫുള്ള് ടെസ്റ്റ് എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ എനിക്ക് റിസൾട്ട് തരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ടെസ്റ്റെല്ലാം കഴിഞ്ഞവരുടെ എല്ലാം റിസൾട്ട് വന്നു, എനിക്ക് മാത്രം റിസൾട്ട് ഇല്ല. അത് കഴിഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതെ. എന്നിട്ട് 5 ഡോക്ടർമാർ ചേർന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തു 100% ക്യൂറായെന്നു. ഒരു ക്യാൻസർ ഇല്ല. അത് ഒരു ഡോക്ടർ 2 ഡോക്ടർ അല്ല. കാരണം ഒരാൾ ഒറ്റയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർമാർ ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ചു കൂട്ടി. അവർ 5 പേരും കൂടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു 100% ക്ലിയർ എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്ത് വിട്ടയച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ ഒരു 15 മിനിറ്റോളം ആ റിസൾട്ട് വായിച്ചിട്ട് അവർക്ക് കൺഫ്യൂഷനായി, തിരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഫുള്ള് വായിച്ചിട്ട് സുഖമായി എന്ന് പറഞ്ഞു. അതായത് അത്രയും മിറാക്കുലസ് ആയ ഒരു ഹീലിംഗ് ഈശോ വചനം വഴി നൽകി. അത് കഴിഞ്ഞ് മാസം റിവ്യൂവിന് പോവും. ഇപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഡോക്ടർമാർക്ക് അതിശയമാണ്. വെറും 30 ദിവസം കൊണ്ട് എൻ്റെ ഫുൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പൂർണ്ണ ഗുണമായി. അതായത് ഈ രോഗത്തിലെ കർത്താവിന് മാത്രമേ തൊടാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് ഈ മകൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും കണ്ണ് കാണില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഈ 30 റേഡിയേഷൻ ചെയ്താലും കണ്ണ് കാണാൻ ചാൻസ് ഇല്ല. കണ്ണ് കാണില്ല. എഴുതി പഠിച്ചായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്, കണ്ണ് കാണത്തില്ല എന്ന്, എന്നാലും പ്രശ്നമില്ലെന്ന് എഴുതി മേടിച്ചിട്ടാണ് എൻ്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. ലൂക്ക 18:27 മക്കളെ ഹൃദയത്തിലേക്ക് ഒന്ന് പതിപ്പിച്ചു വെച്ചേ. ലൂക്ക 18:27 എന്താ വചനം? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഉച്ചത്തിൽ പറയൂ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ മനുഷ്യൻ അലക്സ് ഇവിടെ നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു വചനം അന്വർത്ഥമാവുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനെ ഏറ്റുപറയും. ഇതിൻ്റെ യേശു എനിക്കിത് ചെയ്തു എന്ന് ഇന്ന് അലക്സ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്യാൻസറിന്റെ ഒരു മരുന്ന് പോലും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ട് പോലുമില്ല. പിന്നെ അതിനുശേഷം ഇതുവരെ ഡോക്ടർമാർ ശേഷമല്ല, അതിന് മുമ്പും കഴിച്ചിട്ടില്ല. ട്രീറ്റ്മെന്റ് നടക്കുന്ന ആ സമയത്ത് റേഡിയേഷൻ മാത്രമേ ഉള്ളൂ. ഒരു ക്യാൻസറിന്റെ ഒരു മരുന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. റേഡിയേഷൻ എടുക്കാൻ പറഞ്ഞു, റേഡിയേഷൻ എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. വൈറ്റമിൻ ഒരു കുഴപ്പമില്ല, അത് എവിടെ ഇരിക്കുന്നു, മുടിയും എല്ലാ സാധനവും ഉണ്ട്, ഒന്നും ഒരു കുഴപ്പമില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതേ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് വിശ്വാസവും പ്രത്യാശയും തരുന്ന സാക്ഷ്യമാണിത്. പട്ടാരസൻ പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം സഹോദരങ്ങൾ. നമുക്കിപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീഡിയയിലൂടെ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്താൻ പറ്റാത്തവർക്ക്, വരാൻ പറ്റാത്തവരെല്ലാം ദൂരദേശത്ത് അവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷകൾ കർത്താവ് തരുന്നത്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറങ്ങി, മനസ്സ് നുറങ്ങി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഒര ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ രോഗത്തിൽ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ മതിയായവനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, സേവർക്കാൻ ബട്ടാലിച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, രോഗികളുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ. ക്യാൻസർ രോഗത്താൽ ക്ലേശിക്കുന്നവരുടെ മനസ്സിന്റെ നൊമ്പർ അവിടുന്ന് കാണണമേ. ദൈവമേ, കുടുംബാംഗങ്ങളിൽ ചിലർ രോഗക്കിടക്കയിലാണ്, ICUവിലാണ്, ദൈവമേ ട്രീറ്റ്മെന്റിലാണ്. അവർക്ക് ഇങ്ങനത്തെ ശുശ്രൂഷകൾ സംബന്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുടുംബങ്ങളിൽ ഇരുന്ന് അവർക്ക് വേണ്ടി അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും നെടുവീർപ്പും അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടബാധ്യതകൾ തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ, കടബാധ്യതകൾ തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ, സാമ്പത്തിക പരാജയത്തെ പോലെ ക്ലേശിക്കുന്ന കുടുംബങ്ങൾ, ദൈവമേ അവരുടെ വിശ്വാസം, കണ്ണുനീര്, പ്രാർത്ഥന, ദൈവമേ നിസ്സഹായത, ദയനീയത അവിടുന്ന് കാണണമേ. പ്രഭാഷകന്റെ പുസ്തകത്തിലെ വചനം ഓർക്കുന്നു: ദയനീയ അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഉയർത്തും, ദയനീയ അവസ്ഥയിൽ നിന്ന് അവിടുത്തെ ബഹുമാന്യ സ്ഥാനം നൽകും. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. അല്ലയോ ദൈവ പൈതലേ, ഇപ്പോൾ നീ കടന്നു പോകുന്ന വിഷമം എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു പക്ഷേ ഒരുപാട് തവണ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്നില്ല, ഒരുപാട് തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടുന്നില്ല, ഒരുപാട് തവണ വിദേശത്തേക്ക് പോകാൻ പരിശ്രമിച്ച് പക്ഷെ എല്ലാം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ദൈവ പൈതലേ, നിന്റെ വിഷമങ്ങളിൽ കർത്താവ് കരുണ കാണിക്കും. അവിടുന്ന് നിന്റെ പ്രത്യാശ വിശ്വാസം കാണും. സമയത്തിന്റെ പുറത്ത് ദൈവം ഇടപെടും. ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളില്ലാത്ത കുടുംബങ്ങൾ, മക്കളില്ലാത്ത ദമ്പതികൾ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശിച്ചാൽ ലഭിക്കും. കാണപ്പെടാത്തവയുണ്ട്. ഇതാണ് വിശ്വാസം. കൈകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ യേശുവേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. കർത്താവേ, തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. വിശ്വസിക്കുന്ന കർത്താവേ, തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ തന്നു കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയും, സംഭവിച്ച് കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയും.
അവിടുന്ന് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് തടസ്സം മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് മക്കളെ തരാൻ തിരുമനസായതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് എക്സാമിന് വിജയം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ഇന്റർവ്യൂ പാസ്സാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശ്വസിക്കുന്ന ഭാവനെ കണ്ട് തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലാസറെ ഉറപ്പിക്കുന്നതിന് മുമ്പ് ലാസറെ ഉയർപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇടപെടലുണ്ട്. വിശ്വസിക്കുന്നു. കർത്താവ് കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഈ കുടുംബങ്ങളെ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിക്ഷേപം എത്രയുണ്ട്, ആരാണ് നിക്ഷേപിച്ചത്? ഒരുമിച്ച് പറയാം, ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഉയർത്തപ്പെടുന്ന ചോദ്യമാണ്, വീട് പണിയാണ്, കയ്യിൽ എന്തുണ്ട്, അല്ലേ? വിവാഹം, കുട്ടികളുടെ വിവാഹം നടക്കാറായി, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലേ? അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം, ഇപ്പം കയ്യിൽ എത്രയുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദേശത്തേക്ക് ഒരു ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ചില പഠനത്തിലൊക്കെ പോകണമെങ്കിൽ ബാങ്കിൽ ഒരു ഇത്ര നിക്ഷേപം ഉണ്ടെന്ന് കാണിക്കണം. അങ്ങനെയാണ് ചില സ്റ്റഡി വിസയൊക്കെ കിട്ടുള്ളൂ ചില രാജ്യങ്ങളിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതിക മണ്ഡലത്തിൽ ഇതുപോലെയുള്ള നിക്ഷേപങ്ങൾ വർദ്ധിക്കാനും അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നമുക്ക് തൽക്കാലത്തേക്കായിട്ടെങ്കിലും ഇടാൻ പലരെയൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് പൈസയൊക്കെ നിക്ഷേപിക്കുന്ന പ്രവണതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും എന്തുമാത്രം നിക്ഷേപമുണ്ടെന്നും ആരാണ് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ശ്രദ്ധാപൂർവം നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കണം. ഉച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നിക്ഷേപിച്ചിരിക്കുന്നത്, ആരാണോ നിക്ഷേപിച്ചിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പ്രവൃത്തിയിൽ, അവൻ്റെ വ്യാപാരങ്ങളിൽ, അവന് ചുറ്റുമുള്ളവരെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ, നല്ലവനായ ദൈവം നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ അതിനകത്തു നിന്ന് അങ്ങനത്തെ ഒരു ഫലം വരികയുള്ളൂ. എന്നാൽ ചീത്ത നിക്ഷേപം, അത് ദുഷ്ടൻ പിശാചാണ് നിക്ഷേപിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു നന്മ വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ സംസാരം കേട്ടാൽ അറിയാം ഇത് ഉള്ളിലിരിക്കുന്ന നിക്ഷേപം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രവർത്തികൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും മരമേരാന്നും. ഫലം നോക്കി മരത്തെ അറിയുന്നത് പോലെ ഫലം നോക്കി വൃക്ഷത്തെ, മനുഷ്യനെ, അവൻ്റെ അന്തരാത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ വചനഭാഗം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത.
എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയമാകുന്ന ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തു നിന്നാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടായി വരുന്നത്. വിധവ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറയുന്നത് പോലെ ഈ ഹൃദയമാകുന്ന ഭണ്ഡാരം, അതിനകത്ത് പല സംഗതികൾ നിക്ഷേപിക്കണം. അതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് ദുഷ്ടതയാണെങ്കിൽ പിന്നെ നന്മ വരികയില്ല. എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ വചനപ്രകാരം 2 നിക്ഷേപകരുണ്ട്. ഒന്ന് ദൈവമാണ്, മറ്റേത് പിശാചാണ്. ദൈവം ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിൽ എന്തൊക്കെ നിക്ഷേപിക്കുമെന്ന് ബൈബിൾ സൂചന നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ദൈവം നിക്ഷേപിക്കും. ദൈവം നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപത്തിന്റെ പേരാണ് ആനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വന്നിട്ട് ഇപ്പം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഇപ്പം ക്രിസ്മസിന് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസിനല്ല, ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട തിരുനാളൊക്കെ പള്ളിയിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ കയ്യിൽ നേർച്ച ചെയ്താൽ കൊടുക്കും, അല്ലേ? അത് ശുശ്രൂഷ വരുമ്പോൾ അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി ഇത് ഇടണം എന്ന് പറഞ്ഞ് നിക്ഷേപിക്കും. എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അടുത്തോടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ഇതിവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം തൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സംഗതി നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുതരും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പെരുന്നാൾ കൊള്ളാനൊക്കെ പോകുന്ന സമയത്ത് അപ്പൻ ഇച്ചിരി പൈസ അത് ഇരിക്കട്ടെ നിനക്ക്, അല്ലെങ്കിൽ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത്തിരി കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച മകള് വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് പോലെ തന്നെ. ഇനി ഒന്നും കൊടുക്കാത്തവരുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ദൈവം ചില കാര്യങ്ങൾ നിക്ഷേപിക്കും. അതിലൊന്നാണ് ആനന്ദം, ജോയ്. 4-ാമത്തെ സങ്കീർത്തനത്തിൽ 7-ാം തിരുവചനം, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം പലവരും നമ്മൾ കേട്ടിട്ടുള്ളൊരു വചനമായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ, ഒരു ജോലിക്കാരൻ, ഒരു കൃഷിക്കാരൻ, അവന് കൃഷിയിൽ നല്ലൊരു വിളവെടുപ്പ് കിട്ടി, ബിസിനസ് നല്ലൊരു ഉയർച്ച കിട്ടി, സാലറി നല്ലൊരു ഇൻക്രിമെൻ്റ് കിട്ടി. അങ്ങനെ ഒരു സമൃദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു വികാരമല്ല ആനന്ദം, മറിച്ച് അങ്ങനത്തെ ഒക്കെ ലഭിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക ലെവലല്ല. അതിനേക്കാളേറെ ദൈവം ഹൃദയത്തെ നിക്ഷേപിക്കുന്ന ഒരു സംഗതിയാണ് ആനന്ദം. ദൈവം ആനന്ദം നിക്ഷേപിക്കും. ശരിക്കും ദൈവം ആനന്ദം നിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തിയും ലോകത്തിൻ്റെ ചില സംഗതികൾ കിട്ടുമ്പോൾ ആനന്ദം പോലെ ഒരു സംഗതി ഉണ്ടാകുന്ന വ്യക്തിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ വേറൊരു വചനമുണ്ട്. ബൈബിളിൽ ശരിക്കും ദൈവം ആനന്ദം നിക്ഷേപിച്ച ചില വ്യക്തികളുടെ സ്വഭാവ രീതികൾ അത് സൂചന നൽകുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിന് 41-ാം തിരുവചനം, അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചൊരു സംഗതിയാണ് ആനന്ദം. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോസ്തലന്മാർക്ക് അവരെ പിടിച്ചിട്ട് ന്യായാധിപ സംഘന്മാര്, നാട്ടുകാർ, യഹൂദരിലൊക്കെ അസൂയ പോയിട്ട് അവര് അതുപോലെ തല്ല് തവിട് പൊടിയാക്കി, ചാട്ട വെച്ച് പലതരത്തിന് അടിച്ച് തവിട് പൊടിയാക്കി കഴിഞ്ഞപ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, കാര്യമില്ലാത്ത കാര്യത്തിന് കുറ്റം ആരോപിച്ച അപവാദം പറയപ്പെട്ടപ്പോൾ അവരുടെ സംഭവം എന്നറിയോ? യേശുവിനെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ ആനന്ദത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതാണ് ദൈവം ആനന്ദം നിക്ഷേപിച്ച വ്യക്തിയുടെ പ്രത്യേകത. അവന് എപ്പോഴും ആനന്ദമായിരിക്കും. അവന് കാര്യങ്ങളെല്ലാം ഓക്കെ ആകുമ്പോൾ മാത്രമല്ല, അവൻ അടി കിട്ടുമ്പോഴും അപവാദം വരുമ്പോഴും സഹനം വരുമ്പോഴും ഞെരുക്കം വരുമ്പോഴും മനസ്സിലാക്കപ്പെടാത്ത അവസ്ഥ ഒറ്റപ്പെടുത്തുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും സകല സമയത്തും ഒരാനന്ദം. അത് ദൈവം നിക്ഷേപിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത് ബൈബിളിൽ ദൈവം നിക്ഷേപിക്കുന്ന ഒരു സംഗതി ദൈവഭക്തിയാണ്. ദൈവം നേരിട്ട് ദൈവഭക്തി ഹൃദയത്തിൽ നിക്ഷേപിക്കും. ജെറമിയ പ്രവചനത്തിൽ 32-ാമത്തെ അധ്യായത്തിൻ്റെ 40-ാം തിരുവചനം, ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും,
അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത് ദൈവം നിക്ഷേപിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? ദൈവം നിക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തോടുള്ള ഭക്തി ദൈവ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവഭക്തി ദൈവം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഈശോനെ വിട്ട് പോകാൻ തോന്നില്ല, പള്ളിയെ വിട്ട് പോകാൻ തോന്നില്ല, സഭയെ വിട്ട് പോകാൻ തോന്നില്ല. അല്ലെങ്കിൽ സഭയിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നോ, വികാരിച്ചൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇടവകയിൽ ഒരു കമ്മിറ്റിക്കാർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം പൊതുയോഗത്തിൽ കേട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ സഭയിൽ അതല്ല ഇതല്ല പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ തോന്നുന്ന മനസ്ഥിതി ഉണ്ടെങ്കിൽ ദൈവമാണോ ഈ ദൈവഭക്തി നിക്ഷേപിച്ച് നമ്മൾ ആലോചിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ദൈവം നിക്ഷേപിക്കുന്ന സംഗതിയാണ് ദൈവഭയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാറോക്കിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാം തിരുവചനം, കർത്താവേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആത്മീയ കാര്യങ്ങളോട് ഒരു ഭയഭക്തി, ബഹുമാനം, ഒരാദരവ്, ആത്മീയ ശുശ്രൂഷകളോട് വലിയ ബഹുമാനവും ആദരവും. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ദൈവഭയം ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിക്കും. വലിയൊരു ആനന്ദമാണ്, വലിയൊരു സന്തോഷമാണത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പള്ളിയിൽ കയറുമ്പോൾ ശരിക്കും നന്നായിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അതുപോലത്തെ ഒരു കൃപയിൽ ജീവിക്കുന്ന വ്യക്തികൾ. ദൈവഭയം. അല്ലെങ്കിൽ കുറച്ചുകാലം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അങ്ങനെ ഇതിനോടൊന്നും ഒരു ഭക്തിയില്ല, ഒരു ബഹുമാനമില്ല, ഒരു ആദരവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. നാലാമതായി ബൈബിളിൽ ദൈവം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി ദൈവത്തിൻ്റെ വചനമാണ്. ജെറമിയ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 33-ാം തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാലാമത് ദൈവത്തിൻ്റെ വചനം ദൈവം നിക്ഷേപിക്കും. എനിക്ക് ചില വ്യക്തികളെ പരിചയമുണ്ട്. ആ വ്യക്തികളെ പ്രത്യേകം എന്നറിയാമോ? ദൈവവചനം അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതുന്ന അനുഭവം അങ്ങോട്ട് കൊടുത്ത്. അവർക്ക് വചനങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വായിക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് അങ്ങോട്ട് എഴുതുകയാണ്, പിന്നെ തന്നെ അതങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനത്തെ വ്യക്തികളുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ. പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവമേ എൻ്റെ ഹൃദയത്തിൽ ദൈവഭയം നിക്ഷേപിക്കണമേ, ആനന്ദം നിക്ഷേപിക്കണമേ, വചനം നിക്ഷേപിക്കണമേ, അങ്ങനെയുള്ള ഭക്തി നിക്ഷേപിക്കണമേ. അപ്പം നടക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് മനസ്സിലാകും നമുക്കിത് തരുന്ന ദൈവത്തിന് ഭയങ്കര നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ദൈവം ഇങ്ങനെ ഓരോ സംഗതികൾ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിക്ഷേപം വന്നാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങ് പുറത്തേക്ക് വരുന്നത് ഇതുപോലെയുള്ള സംഗതികളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങാണ് എൻ്റെ നിക്ഷേപകൻ, എൻ്റെ ഹൃദയമാകുന്ന ഭണ്ഡാരത്തിൽ അങ്ങ് എല്ലാ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിക്ഷേപിക്കണമേ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയമെന്ന് അരുളി ചെയ്ത കർത്താവേ, എൻ്റെ നിക്ഷേപം അവിടുന്നാണ്. കർത്താവേ, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയം, എൻ്റെ ശരണം. ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടയവൻ അവിടുന്നാണ്. എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നത് അവിടുന്നാണ്. ദൈവമേ, എനിക്ക് ആകെയുള്ള നിക്ഷേപം അവിടുന്നുള്ള ശരണം, അവിടുന്നുള്ള ആശ്രയം അവിടുന്ന് മാത്രമാണ്. കർത്താവിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. എന്റെ നിക്ഷേപം നീ തന്നയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നയാ. എന്റെ നിക്ഷേപം നീ തന്നയാ, എന്റെ ഹൃദയവും
നിന്നിൽ തന്നയാ. സമർപ്പിക്കുന്നു. എന്റെ നിക്ഷേപം നീ തന്നയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നയാ. യേശുവേ എൻ ഹൃദയത്തെ തൊടുന്നോനേ, ക്ഷമിക്കണേ കർത്താവേ. എൻ ഹൃദയത്തിനുടയോനേ, ഈശോയേ. യേശുവേ എൻ ഹൃദയത്തെ തൊടുന്നോനേ, എൻ ഹൃദയത്തിനുടയോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല. ദൈവഭക്തി, ആനന്ദം, വചനം കർത്താവേ അളവ് കൂടാതെ നിറയ്ക്കണമേ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ